പ്രശ്നമോ. എൻ്റെ പേര് ജിമ്മി. ഞാൻ മംഗളത്തിൽ നിന്നാണ് വരുന്നത്. 2022 കൊറോണയ്ക്ക് തൊട്ട് മുമ്പേ എനിക്കൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ ബിസിനസ് 4 മാസം കഴിയുമ്പോൾ പെട്ടെന്ന് കൊറോണ വരികയും അത് ഫ്ലോപ്പാവുകയും ചെയ്തു. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടി ഒരു 8 മാസത്തോളം ഞാനൊരു വാടകയും കൊടുത്ത് ശമ്പളമെല്ലാം കൊടുത്താണ്. പിന്നെ എനിക്ക് കൊണ്ടെടുക്കാൻ പറ്റാതെ വന്നു. ഞാൻ ആ ഷോപ്പ് സറണ്ടർ ചെയ്യാൻ ചെന്നപ്പോൾ റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാർ എന്നോട് പറഞ്ഞു 3 വർഷത്തെ കോൺട്രാക്ട് റിസൈൻ ചെയ്തത്. അപ്പോൾ 3 വർഷം മൊത്തം വാടക അടച്ചെങ്കിൽ ഷോപ്പ് ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ഫെയിൽ ചെയ്യും. അപ്പോൾ കൊറോണ ടൈം ആയതുകൊണ്ട് അതിന് മേടിക്കാനും പറ്റില്ല, അങ്ങനെ വിൽക്കാനും പറ്റില്ല. അതങ്ങനെ അവിടെ കിടന്നു. അത് കഴിഞ്ഞ് എനിക്കെതിരെ കേസായി. അവരെക്കൊണ്ട് കേസ് 10,000 രൂപയ്ക്ക് വേണ്ടി. അങ്ങനെ ഞാൻ കേസ് നടത്തി. കേസ് ഞാൻ ഫെയിലായി. 2 പ്രാവശ്യം ഞാൻ അപ്പീൽ പോയി, 2 പ്രാവശ്യം ഫെയിലായി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു വേറെ മാർഗ്ഗമില്ലാതെ നിൽക്കുമ്പോഴാണ് ഞാൻ ഉദാഹരണം സംസാരിച്ചിരുന്നത്. അവരോട് നമ്മൾ പേടിക്കേണ്ട കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, പ്രാർത്ഥിച്ചാൽ മതി. ആ ഘട്ടജമാലും സാധിക്കുന്നിടത്തോളം പങ്കെടുക്കുക. അതുപോലെ ഓൺലൈൻ ആണെങ്കിലും നമ്മളെ ഇത് പ്രഭാഷണ മാതാവിൻ്റെ പ്രാർത്ഥിക്കണം, അതെല്ലാം പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. സ്വന്തം വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ബുക്കും കോൺഗ്രറ്റും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു മീഡിയേറ്ററെ കിട്ടി. ആ മീഡിയേറ്ററെ വെച്ച് സംസാരിച്ച് റിയൽ എസ്റ്റേറ്റ് കമ്മിറ്റിയായിട്ട് സംസാരിച്ചു. 10,000 കേടി നിന്ന് 5,000 കേടിയായിട്ട് കുറച്ച് നിന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ അങ്ങോട്ട് 5,000 കേടി അടച്ച് എൻ്റെ പേരിലുണ്ടായിരുന്ന സ്ഥാപനം എൻ്റെ വണ്ടി പോലീസ് സീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ജീപ്പ്. ആ ജീപ്പിനെ ഞാൻ തിരിച്ചെടുത്തു. എല്ലാ കേസും മാറി. ദൈവത്തിന് നന്ദി പറയുന്നു. മാധവൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ബാബുരാജനും നന്ദി പറയുന്നു.